സംഭവിക്കില്ല. അമ്മ സമാധാനായിട്ടിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വളരെ ധൈര്യത്തോടെ വേദാന്ത്. പക്ഷെ ഇവിടെ വന്ന് വിക്കിയെ കണ്ടപ്പോ എന്റെ ധൈര്യം മുഴുവനും ചോർന്നു പോയതുപോലെ തോന്നുന്നു. ഈ അവസ്ഥയില് ഇങ്ങനെ എനിക്ക് വിക്കിയെ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല മോനെ. വേദാന്തേ, ചേച്ചിയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി ഇവിടെ നിന്നാ ശരിയാവും തോന്നുന്നില്ല. ഞാനും അത് പറയാൻ തുടങ്ങായിരുന്നു. ശരി അമ്മാവ, അമ്മയെ നല്ലോണം നോക്കണം. വേദാന്ത്, ഇങ്ങനൊരവസ്ഥയിൽ വിക്കി ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ അവനെ ഇങ്ങനെ കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. അവന്റെ കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ആദ്യം എന്നെ വിളിച്ചറിയിക്കണം. ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ തോന്നുന്നുണ്ടോ? അമ്മ ഇപ്പൊ തൽക്കാലം വീട്ടിലേക്ക് പോക്കോ. ഇവിടെ നിന്ന് വിഷമം കൂടെയുള്ളൂ. അതുകൊണ്ട് വീട്ടിലേക്ക് പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. വിക്കിക്ക് പെട്ടെന്ന് ഓക്കെ ആവുമല്ലോ അല്ലേ? എല്ലാം ശരിയാകും അമ്മേ. ഇതെന്റെ വാക്കാ. നിന്റെ വാക്കാണ് പ്രശ്നം. വേദാന്ത് ഇത്രയ്ക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി വേദാന്ത്, വിക്കിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഞാൻ വീട്ടിലേക്ക് പോകും. എന്താ ധ്രുവ, നിനക്ക് ടെൻഷനാണോ? ദിവസം കഴിയുന്തോറും ടെൻഷൻ കൂടുവാണ് അളിയ. ഹോസ്പിറ്റൽ അന്തരീക്ഷമൊന്നും എനിക്ക് പണ്ടുതൊട്ടേ ഇഷ്ടമല്ല. ഇപ്പൊ എന്റെ അനിയൻ തന്നെ വളരെ സീരിയസ് ആയിട്ടൊരു ഹോസ്പിറ്റൽ ICUയിൽ കിടക്കുക. എങ്ങനെ ടെൻഷൻ ആകാതിരിക്കും? ഞാൻ എല്ലാവരോടും അകലം പാലിച്ചു. പക്ഷെ എല്ലാവരും എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തിലാണല്ലോ എന്നുള്ള സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം തകർന്നിരിക്കുകയല്ലേ അളിയ? അങ്ങനെയല്ല ധ്രുവ, ഈ സമയം എല്ലാം കടന്നു പോകും. നമ്മളിങ്ങനെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് വിക്കിയെ കാണാൻ പോയ അവനത് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവന് കേൾക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത്. അതായത് അവൻ ഓക്കെ ആണെന്നല്ലേ? അവൻ ഓക്കെ ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഡോക്ടർ നമുക്ക് നല്ല കോൺഫിഡൻസ് തന്നിരുന്നെങ്കിൽ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായേനെ. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ അവസ്ഥ. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് നീ ക്ലിയർ ആയിട്ട് കേട്ടില്ലേ? ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞല്ലോ അവൻ ഓക്കെ ആവുമെന്ന്. എന്റെ മനസ്സും പറയുന്നുണ്ട് 2 ദിവസത്തിനകം അവൻ ക്ലിയർ ആയിട്ട് തിരിച്ചു വരുമെന്ന്. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, നീ സമാധാനിക്ക്. എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്നറിയില്ലേ? നമുക്ക് നല്ല സമയമല്ല. ഈ അവസ്ഥയിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ വേണം. ധൈര്യത്തോടെ നിൽക്കണം. കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. വിക്കി ഓക്കെ ആയിക്കോളും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ സമയം കടന്നു പോകും.
വിക്കിച്ചേട്ടന് എത്രമാത്രം ആക്റ്റീവ് ആണെന്നറിയോ? ഒരു സ്ഥലത്ത് പോലും നിൽക്കേയില്ല ഇരിക്കേയില്ല. കാലില് ടയർ വെച്ച പോലെയാ. എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കും. അവനൊരിടത്ത് സമാധാനായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഇപ്പൊ ഇങ്ങനൊരവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിക്കിച്ചേട്ടന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. നമ്മൾ എന്ത് സന്തോഷത്തിലായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ? ഇനി എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്നായിരിക്കും? വിക്കിച്ചേട്ടൻ കണ്ണൻചേട്ടൻ സംസാരിക്കുന്നത് കേട്ട് റിയാക്ട് ചെയ്തതാ. അമ്മു, അമ്മു, നീ എന്തായി ആലോചിക്കുന്നേ? അത്ഭുതങ്ങളെ കുറിച്ച്. അത്ഭുതോ? അതെന്താ? ഒരത്ഭുതം സംഭവിക്കുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ എന്റെ കൂടെ വാ. ചേട്ടാ, ഞാൻ ആദ്യമേ പറഞ്ഞതാ, വേഗം റിക്കവറായി വന്നില്ലെങ്കിൽ പല കാര്യങ്ങളും മിസ് ചെയ്യുമെന്ന്. ഇപ്പൊ തന്നെ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയോ ചേട്ടന്? വലിയൊരു അത്ഭുതം നടന്നു. എല്ലാരും അതറിഞ്ഞ് ഞെട്ടിയിരിക്കുക ചേട്ടാ. അമൂല്യ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടാ, അത് വേറെ എവിടെയല്ല, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഈ അത്ഭുതം നടന്നിരിക്കുന്നേ. അത് ചേട്ടൻ അറിയുകയാണെങ്കിൽ ചേട്ടൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഈ ശരീരത്തിലുള്ള ട്യൂബും കേബിളും ഒക്കെ മാറ്റി ചേട്ടൻ ഇവിടെ ഡാൻസ് കളിക്കും. അതെ ചേട്ടാ, ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഇവിടെ സത്യമായി കഴിഞ്ഞു. എന്താ ചേട്ടാ ഇത്? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ കാര്യം എന്ന് ചോദിച്ചൂടെ? അമ്മു, സിദ്ധാർത്ഥ്, ചേട്ടൻ വരില്ല, മൂവ് ചെയ്യുന്നു. അപ്പൊ റെസ്പോണ്ട് ചെയ്യുന്നല്ലേ? വിക്കി ചേട്ടാ, ഇതൊക്കെ പറഞ്ഞ് വിക്കി വിഷമിപ്പിക്കല്ലേ. സ്ട്രെസ് കൂടിയിട്ട് പിന്നെയും പഴയതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന? അയ്യോ, ഒന്ന് ചുമ്മാ ഇരിക്കും ചേച്ചി. ചേട്ടാ, ഇനി ആ കാര്യത്തെ കുറിച്ച് ഓർത്ത് ചേട്ടൻ വിഷമിക്കേണ്ട ആവശ്യമേ. കാരണം വേദാന്ത് കണ്ണൻ ചേട്ടനോട് ക്ഷമിച്ചു കഴിഞ്ഞു. ഇന്നെന്താ സംഭവിച്ചെന്നറിയോ? വേദാന്ത് കണ്ണൻ ചേട്ടനോട് ക്ഷമിച്ചു. മാത്രമല്ല, രണ്ടുപേരും ഒന്നിച്ചിരിക്കുക. ഇത്രയും നല്ലൊരു മൊമെന്റിന് സാക്ഷിയാവാൻ ചേട്ടന് ആഗ്രഹമില്ലേ? ഇത്രയും നല്ലൊരു കാര്യം നടന്നിട്ട് ഞങ്ങൾ മാത്രമായിട്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും ചേട്ടാ? നീയും കൂടെ വേണ്ടേ? ചേട്ടൻ എഴുന്നേറ്റ് അവരുടെ കൂടെ സെൽഫി എടുത്ത് ഈ ഹാപ്പി മൊമെന്റ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക് ചേട്ടാ, പ്ലീസ് എഴുന്നേക്ക്.
അളിയ കമോൺ. കണ്ണുറക്ക് ചേട്ടാ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചേട്ടാ പ്ലീസ് ഒന്ന് എഴുന്നേൽക്ക്. വിക്കി, കമോൺ വിക്കി. കമോൺ അളിയ, കമോൺ. എഴുന്നേക്ക് ചേട്ടാ, നിനക്ക് എഴുന്നേക്കാൻ പറ്റും. അമ്മ എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. ആദ്യം നമുക്ക് നിർത്താം. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. ഡോക്ടർ വന്നിട്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഷോ ഒന്നും സംഭവിക്കില്ലെന്ന് മിണ്ടാതിരി. ചേട്ടാ എഴുന്നേൽക്ക്, ഒന്ന് ട്രൈ ചെയ്യൂ. അളിയ എണീക്ക് അളിയ. ചേട്ടനൊന്നും സംഭവിക്കില്ല. ചേട്ടനൊന്ന് കണ്ണു തുറന്നാ മതി. ഒന്ന് എഴുന്നേക്ക് ചേട്ടാ. നമുക്ക് പഴയ പോലെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കണ്ടേ? എഴുന്നേക്ക് ചേട്ടാ, നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് എനിക്കറിയാം. എഴുന്നേക്ക്. എഴുന്നേക്ക് ചേട്ടാ. കമോൺ ചേട്ടാ, എഴുന്നേക്ക് പ്ലീസ്. ഇതുപോലെ ട്രൈ ചെയ്യ് ചേട്ടാ. വിക്കി, കമോൺ. എഴുന്നേക്ക് ചേട്ടാ. അളിയ എണീക്ക് അളിയ. എഴുന്നേക്ക് ചേട്ടാ. പിടിക്ക്. എഴുന്നേക്ക് ചേട്ടാ. പതുക്കെ അളിയ. പതുക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ചേട്ടാ, ചേട്ടന് ഇതിന് പറ്റുമെന്ന്. കണ്ടില്ലേ, ചേട്ടന് യാതൊരു പ്രശ്നമില്ല. ചേട്ടാ പറയൂ ചേട്ടാ. ചേട്ടാ ചേട്ടാ. വിക്രാന്ത്, 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 I'm so happy, വിക്രാന്ത്. നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചില്ലടാ. ഇപ്പൊ എല്ലാം ഓക്കെ ആയല്ലേ? ഇനി എത്രയും പെട്ടെന്ന് സുഖാവും നിനക്ക്. എനിക്ക് സന്തോഷമായിടാ. നീ എനിക്കെന്റെ ചേട്ടൻ മാത്രല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്റെ സ്ട്രെങ്ത് നീയാ. വെൽവിഷ മാത്രമല്ല, എന്റെ പാരന്റും. ഇത് എന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ആദ്യക്കും പിന്നെ ധ്രുവനും ഇതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാം. നീ ഭാഗ്യമുള്ള കുട്ടിയെ. ഇത്ര വേഗം സുഖമെന്ന് വിചാരിച്ചില്ല. ഞാൻ ബിസിനസിന്റെ പേരിൽ എപ്പോഴും നിങ്ങളോടൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. സോ സ്വീറ്റ് ഓഫ് യു ചേട്ടാ. നീ എന്താ അവിടെ നിൽക്കുന്നേ? വാ.
വാട്ട് ഈസ് ദിസ്? എല്ലാരും ഇവിടെ എന്താ ചെയ്യുന്നത്? ആരാ പേഷ്യന്റിനെ എണീപ്പിച്ചത്? ഡോക്ടർ, ഞങ്ങളാരും ഒന്നും ചെയ്തില്ല. അവര് തന്നെ എഴുന്നേറ്റതാ. ഡോക്ടർ, വിക്രാന്ത് ഇപ്പോൾ ഓക്കെ എന്നാ തോന്നുന്നേ. ഇൻഫാക്ട് ഞങ്ങളോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. അവനിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. മിസ്റ്റർ വേദാന്ത്, അതൊക്കെ പറയേണ്ടത് ഞങ്ങളല്ലേ? നിങ്ങളാരും ഡോക്ടേഴ്സ് അല്ലല്ലോ. ഐ അഗ്രി ഡോക്ടർ. ബട്ട് അവനെ കാണുന്ന സമയത്ത് പേഷ്യന്റ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ല. വി നീഡ് ടു ഒബ്സർവ്. സോറി, ഒരു 2 ദിവസത്തേക്ക് കൂടി ഇവിടെ തന്നെ കിടക്കണം. ഡോക്ടർ, ഇനിയും ഹോസ്പിറ്റലിൽ തന്നെ കിടക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്ക് വേഗം വീട്ടിൽ പോയാൽ മതി. ഇനി ഇവിടെ ഇങ്ങനെ കിടക്കാൻ വയ്യ. നോ മിസ്റ്റർ വിക്രാന്ത്, അങ്ങനെയൊന്നും പറയരുത്. അവന്റെ വിൽ പവറിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അവനായിട്ട് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അവന്റെ കാര്യം പെട്ടെന്ന് തന്നെ ഓക്കെ ആയിക്കോളും. എനിക്കത് ഉറപ്പാണ്. അവൻ എന്തൊക്കെ മെഡിസിൻസാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതെല്ലാം ഞങ്ങൾ വീട്ടിൽ വെച്ച് കൊടുത്തോളാം. ബട്ട് പ്ലീസ്, അവനെ ഒന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. അതെ ഡോക്ടർ, ചേട്ടൻ ഇനി ഇവിടെ തന്നെ കിടക്കുന്നത് അത്ര നന്നാവില്ല. ചേട്ടൻ വീട്ടിൽ റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങൾ നന്നായി നോക്കിക്കോളാം. എന്നാലും അത് കുറച്ച് റിസ്ക് അല്ലേ? അവന്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാം. പ്ലീസ് കൺസിഡർ ഡോക്ടർ. ശരി, വേഗം ഡിസ്ചാർജ് ആകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. താങ്ക് യു. ചേട്ടാ, കൊടുകൈ. വേദാന്ത്, നീ വിക്കിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഞാൻ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങളെല്ലാവരും അറിയിക്കട്ടെ. ഓക്കെ, ഡൺ. ഓക്കെ ചേട്ടാ, വേഗം വീട്ടിലേക്ക് വാട്ടോ. എല്ലാവരും സത്യം അറിഞ്ഞ പ്രശ്നമാകും. അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാം. എല്ലാ കാര്യങ്ങളും സേഫ് ആയിരിക്കും. ആ വ്യക്തിയുടെ ജീവനറ്റ ശരീരം കണ്ടാലേ എനിക്ക് ഇനി സമാധാനമാകും. ആ കാര്യം എനിക്ക് വിട്ടേക്ക് സിസ്റ്റർ, അത് ഞാൻ ഏറ്റു. നിനക്ക് തന്നെയല്ലേ ഞാനത് വിട്ടു തന്നത്. അത് കൃത്യമായിട്ട് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തേലും ഉണ്ടെങ്കിൽ അത് മാത്രമേ നീ പറയാവൂ. ഇങ്ങനെ എന്നെ അങ്ങ് താഴ്ത്തി കെട്ടല്ലേ ചേച്ചി. ചെയ്യാൻ പോകുന്നവരെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇന്ന് രാത്രിക്കുള്ളിൽ ചേച്ചിക്ക് ഒരു ഹാപ്പി ന്യൂസ് വരും എന്നുള്ള ഒരു ഉറപ്പാ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്? ഹലോ ആദ്യ. ഹലോ അമ്മേ. അമ്മ എവിടെയാ ഉള്ളത്? ഇവിടെ നടന്ന കാര്യം അറിഞ്ഞ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവും. എന്താ കാര്യം ആദ്യ? അവിടെ എന്താ സംഭവിച്ചത്? അമ്മേ, ചേട്ടനെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടുന്ന് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരാ. വാട്ട്? വിക്കിയെ ഡിസ്ചാർജ് ചെയ്തെന്നോ? ഡിസ്ചാർജോ? അതെ അമ്മേ, ഇതൊരു അത്ഭുതമാണെന്ന് എല്ലാവരും പറയുന്നത്. ഡിസ്ചാർജ് ചെയ്ത ഉടനെ തന്നെ ആദ്യം അമ്മയെ തന്നെ വിളിച്ചു പറയാന്ന് വിചാരിച്ചു. വേഗം ഇക്കാര്യം അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞേക്ക്. ഞങ്ങൾ പെട്ടെന്ന് വരാം. ഓക്കെ അമ്മേ, ബൈ.